ആ ഓക്കെ, റെക്കോർഡിംഗ് സ്റ്റാർട്ട്. ഇനി എല്ലാവരും പ്രസന്റ് അടിച്ചേ, ചാറ്റ് ബോക്സിൽ കയറി പ്രസന്റ് അടിച്ചേ, എന്നാലേ മക്കൾക്ക് ഹാജർ കിട്ടുള്ളൂ. ആൻഷി മോളെ, മോള് തലതിരിഞ്ഞായിരിക്കുന്നത്, നേരെ പിടിച്ചേ, റൊട്ടേഷനാന്ന് തോന്നിക്കാം. ആ ശരി, ഓക്കെ. കുര്യൻ ജോസഫെ കാണുന്നില്ലല്ലോ ടീച്ചർ. ഓക്കെ, ക്രിസ്റ്റി ലിവിൻ, ഡൊമിനിക്ക് കിടക്കണ്ടടാ, ഇപ്പൊ തീരൂ കേട്ടോ. ഓക്കെ, എറിക് അഗസ്റ്റിൻ, ജുവൽ മരിയ ജോമോൻ, ഗോഡ് ഇഫ്ര ഇസ്മയിൽ. ആൻഷിയുടെ കൂടെ ആരായിരിക്കുന്നത്? അനിയത്തി ആരായിരിക്കുന്നത് ആൻഷിയുടെ കൂടെ? ആ ആനിയൻ. ഓക്കെ ഓക്കെ, റെഡി, ലെറ്റ് സ്റ്റാർട്ട്. എല്ലാവരും പ്രസന്റ് ടൈപ്പ് ചെയ്തില്ലേ? ഓക്കെ, റെഡി. നമ്മുടെ ന്യൂ ചാപ്റ്റർ, ചാപ്റ്റർ 2, പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ്. പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ്. നോക്കാം. ഡോഗ്സ്, cats, dogs and tigers are living things. When you call out to a dog, it comes running to you. Mangoes, apples and bananas, when they are growing on plants, are also living things. Yet, however much you may call a ripe mango high upon the tree, it will not come down. Though both animals and plants are living things, they are different from each other in many ways. ഈ ക്ലാസ്സിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ലീവിങ് തിങ്സും നോൺ ലീവിങ് തിങ്സിനെ കുറിച്ചാണ് പറഞ്ഞത്. അതായത് ലീവിങ് തിങ്സിന്റെ പ്രത്യേകതയും നോൺ ലീവിങ് തിങ്സിന്റെ പ്രത്യേകതയാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. ഓക്കെ, പക്ഷേ ഇൻ ദിസ് ലെസൺ നമ്മൾ ലീവിങ് തിങ്സുകൾ തമ്മിലുള്ള വ്യത്യാസമാണ് നോക്കുന്നത്. എന്താണ് ഡിഫറൻസ്? കഴിഞ്ഞ ക്ലാസ്സിൽ ലീവിങ് തിങ്സും നോൺ ലീവിങ് തിങ്സും തമ്മിലുള്ള പ്രത്യേകതയാണ്, മാറ്റമാണ്, ഓരോന്നിനും ഉള്ള പ്രത്യേകതകളെ കുറിച്ചാണ് പഠിച്ചത്. എന്നാൽ ഈ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ലീവിങ് തിങ്സുകളുടെ ഇടയിൽ തന്നെ ഉള്ള വ്യത്യാസത്തെക്കുറിച്ചാണ്. ഓക്കെ, അതാണ് പറയുന്നത്. നമ്മുടെ വീട്ടിൽ വളർത്തുന്ന ഒരു പൂച്ചയോ പട്ടിയോ ഒക്കെ വിളിച്ചാൽ അവർ ഓടി വരും നമ്മുടെ അടുത്തോട്ടല്ലേ. നമ്മൾ അവരൊന്ന് തലോടുമ്പോൾ അവർ നമ്മുടെ സ്നേഹത്തോടു കൂടി നമ്മളുടെ അടുത്ത് വന്ന് നിൽക്കും. എന്തുകൊണ്ടാണ്? അവർക്ക് ജീവൻ ഉള്ളത് കൊണ്ടാണ് അവർ ഓടി വരുന്നത്. നമ്മൾ വിളിക്കുന്നത് മനസ്സിലാക്കിയിട്ട് നമ്മുടെ അടുത്ത് അവർ സ്നേഹത്തോടെ ഓടി വരുന്നത് അവർ ലീവിങ് തിങ്സ് ആയതുകൊണ്ടാണ്. ഇനി ടീച്ചർ പറയുന്നത് ശരിക്കും കേൾക്കുന്നില്ലേ? ഉണ്ട്, ഗുഡ്. ഓക്കെ, അവർ ലീവിങ് തിങ്സ് ആയതുകൊണ്ടാണ് നമ്മളുടെ അടുത്തേക്ക് ഓടി വരുന്നത്. എന്നാൽ മാംഗോയും ആപ്പിളും ബനാനയൊക്കെ അവർ മരത്തെ നിൽക്കും കേട്ടോ. പറിച്ച് നമ്മുടെ വീട്ടിൽ കൊണ്ട് വെച്ച് കഴിയുമ്പോഴല്ല, ഈ മാങ്ങ നല്ല പഴുത്ത മാങ്ങ മാവിൻ്റെ മുകളിൽ നിൽക്കുന്നു. എൻ്റെ മാങ്ങയെ നീ ഒന്ന് താഴോട്ട് വീണേ എന്ന് നമ്മൾ ആശയോടെ അതിൻ്റെ ചോട്ടിൽ പോയി പറഞ്ഞാൽ അത് വീഴുവോ? കുര്യൻ ജോസഫ് ആരോടോ കാര്യമായിട്ട് പറയുക മാങ്ങയുടെ കാര്യം. ടീച്ചർ ഇവിടെ മാങ്ങയുടെ കഥ അവനോട് പറയുമ്പം അവൻ ആ കഥ വേറെ ആർക്കോ പറഞ്ഞു കൊടുക്കുക അല്ലേ? സിനാനെ വീഡിയോ ഓൺ ചെയ്തവനെ. ഓക്കെ, ഡൊമിനിക്കിനോട് അനിയനും കയറിയിട്ടുണ്ട് അല്ലേ? ഓക്കെ, ദെൻ അപ്പോൾ മാങ്ങയോട് പറയാം, എൻ്റെ പഴുത്ത മാങ്ങ എനിക്ക് നിന്നെ കണ്ടിട്ട് കൊതിയാകുന്നു, ഒന്ന് താഴോട്ട് വരാൻ പറഞ്ഞാൽ വരുവോ? വരത്തില്ല. അവർക്കും ജീവനുള്ളതല്ലേ? ഉണ്ടോ? ജീവനുണ്ടോ? മാവേലിൽ നിൽക്കുന്ന മാങ്ങയ്ക്ക് ജീവനുണ്ടോ? ഉണ്ട്. മാവേലിൽ നിൽക്കുന്ന മാങ്ങയ്ക്ക് ജീവനില്ല. അത് വളരുവോ? കുഞ്ഞു മാങ്ങയായിരുന്നു, അത് വളർന്നല്ലേ വലിയ മാങ്ങയായത്. അത് പഴുത്തതും അതൊക്കെ തന്നെയല്ലേ അല്ലേ? ആൻസൺ പറയുന്നു അതേന്ന്. ഓക്കെ, അപ്പോൾ ഇതുപോലെ തന്നെ ലീവിങ് തിങ്സ് ആണ്, എങ്കിലും അവർ തമ്മിൽ വ്യത്യാസമുണ്ട്. ഞാൻ പറഞ്ഞു കഴിഞ്ഞ ക്ലാസ്സിലെ ലീവിങ് തിങ്സും നോൺ ലീവിങ് തിങ്സും തമ്മിലുള്ള വ്യത്യാസത്തെക്കുറിച്ചാണ് നമ്മൾ പഠിച്ചത്. എന്നാൽ ഈ ക്ലാസ്സിൽ രണ്ട് ലീവിങ് തിങ്സുകൾ തമ്മിലുള്ള വ്യത്യാസത്തെക്കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. അതായത് ഇവിടെ നമ്മൾ പൂച്ചക്കുട്ടിയുടെയും പട്ടിക്കുട്ടിയുടെയും ഒക്കെ കാര്യം പറഞ്ഞു. നമുക്ക് എന്തുകൊണ്ടാണ് അവരോട് സ്നേഹം തോന്നുന്നത്?
അവര് നമ്മൾ പറയുന്ന പോലെ കേൾക്കുന്നത് കൊണ്ടല്ലേ അല്ലേ? പക്ഷെ നമുക്ക് മാങ്ങയോട് ഇഷ്ടമുണ്ട്. എന്തുകൊണ്ടാ? മാങ്ങ പഴുത്ത് കഴിയുമ്പോൾ ടേസ്റ്റോടെ തിന്നാൻ പറ്റുന്നുണ്ട്. അല്ല നമ്മൾ വിളിച്ച മാവേ നിൽക്കുന്ന മാങ്ങ താഴെ വീഴുവോ? അങ്ങനെയായിരുന്നെങ്കിൽ എന്ത് സുഖമായിരുന്നല്ലേ അല്ലേ? നല്ല പഴുത്ത മാങ്ങ കാണുമ്പം, പേരക്ക കാണുമ്പോൾ, എന്താ പേരക്ക നീ ഇങ്ങോട്ട് വാടാന്ന് വിളിച്ചാൽ പോരെ, അത് വേഗം വരുവേലേ ഇല്ലേ? ക്രിസ്റ്റി ലിവിൻ ബുക്കൊന്നും നോക്കാണ്ട് കൊതുകിനെ അടിച്ചുകൊണ്ടിരിക്കും അവിടെ. എന്താ ഇഫ്ര വരില്ല എന്നല്ലേ പറഞ്ഞേ? ഈ ക്രിസ്റ്റി ലിബിൻ ഇവിടെ മോൻ്റെ ബുക്ക് എന്തിയേ? ക്രിസ്റ്റി ലിബിൻ, വേർ ഇസ് യുവർ ബുക്ക്? ഓക്കെ ഗുഡ്. നേരെ എഴുന്നേ. ഓക്കെ. ദെൻ അങ്ങനെയാണ്. പക്ഷെ എന്നാലും ഇവർക്കെല്ലാവർക്കും ജീവനുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ മെയിനായിട്ട് പഠിക്കാൻ പോകുന്നത് ആനിമൽസും പ്ലാന്റ്സും തമ്മിലുള്ളതാണ്. രണ്ടിനും ജീവനുണ്ടല്ലേ? ആനിമൽസും വളരും, പ്ലാന്റ്സും വളരും അല്ലേ? എന്നാലും വളരുന്നത് കൊണ്ട് അവർക്ക് ജീവനുണ്ടെന്ന് നമുക്കറിയാം. ടീച്ചർ പറഞ്ഞു പറിച്ചിട്ട ഒരു ചെടി വളരത്തില്ല, അതിന് ജീവനുണ്ടോ? ഇല്ല അല്ലേ? പക്ഷെ മണ്ണിൽ നിൽക്കുന്ന ഒരു ചെടിക്ക് ജീവനുണ്ട്, അത് വളരും. അതുപോലെ തന്നെ മൃഗങ്ങൾക്കും ജീവനുണ്ട്, അവർ ഓടും ചാടും എല്ലാം ചെയ്യും. പക്ഷേ എങ്കിൽ ഈ മനുഷ്യരും മൃഗങ്ങളും തമ്മിലുള്ള വ്യത്യാസം അതാണ് നമുക്ക് ഇപ്പോൾ നമ്മൾക്ക് മൃഗങ്ങൾക്കും ക്രിസ്റ്റി അടങ്ങിയിരിക്കും മോനെ. ഇതെന്താ കരാട്ടെ ക്ലാസ് പോലെ ഉണ്ടല്ലോ, അടങ്ങിയിരുന്നേ. ഓക്കെ. ഈ ആനിമൽസിന് അതിൻ്റെതായ പ്രത്യേകതകളുണ്ട്. എന്താണ്? ഫസ്റ്റ് നോക്കാം. ആനിമൽസ് മൂവ് എബൌട്ട് ഫ്രം പ്ലേസ് ടു പ്ലേസ്. Why do birds fly from one place to another? നിങ്ങൾ കേട്ടില്ലേ മൈഗ്രേറ്ററി ബേർഡ്സിനൊക്കെ? കുഞ്ഞുമക്കൾ എന്നാലും കേട്ടിട്ടുണ്ടാവില്ലേ? ഒരു സ്ഥലത്തു നിന്നും ദൂരം കിലോമീറ്ററുകളോളം ദൂരം സഞ്ചരിച്ചിട്ട് അവർ മുട്ടയിടേണ്ട കാലത്തും ഒക്കെ ഇങ്ങനെ പക്ഷികൾ വന്ന് ചേക്കേറുന്ന കഥ. ടീച്ചർ നേരിട്ട് കണ്ടിട്ടുണ്ട് അവരിങ്ങനെ വന്നിരിക്കുന്നത്. ഗംഗാനദിയുടെ തീരത്ത് അവരിങ്ങനെ പറന്ന് വന്നിരിക്കും, എല്ലാ കൊല്ലവും വന്നിരിക്കും. എന്നിട്ട് ഗംഗയിലെ മീനൊക്കെ പിടിച്ച് തിന്നിട്ട് അവിടെ ഒരു സ്കൂളുണ്ട്, കേന്ദ്രീയ വിദ്യാലയ സ്കൂളുണ്ട്. ആ സ്കൂളിന് മുമ്പിൽ വലിയ ഒരു കുറേ മരങ്ങളുണ്ട്. അതിലായിരുന്നു അവരുടെ താമസം. മൈഗ്രേറ്ററി ബേർഡ്സ് അവരങ്ങ് കുറേ ദൂരെ നിന്ന് വേറെ രാജ്യത്തു നിന്ന് വരുന്നവരാ. ഓക്കെ. അപ്പോൾ വൈ ഡു ബേർഡ്സ് ഫ്ലൈ ഫ്രം വൺ പ്ലേസ് ടു അനദർ? അവർ ഭക്ഷണത്തിന് വേണ്ടിയിട്ടാണ്. കാരണം അവർ താമസിക്കുന്ന സ്ഥലത്ത് അവർക്ക് ഭക്ഷണത്തിൻ്റെയും അതുപോലെ വല്ലാതെ തണുപ്പ് കൂടുകയൊക്കെ ചെയ്യുമ്പോൾ അവർക്ക് അവിടെ ജീവിക്കാൻ പറ്റത്തില്ല. തണുപ്പും ചൂടും ഒക്കെ കൂടുന്നു. ആ സമയത്ത് അവർക്ക് ഭക്ഷണവും കുറയുമ്പോൾ അവരെന്ത് ചെയ്യും? എത്ര കിലോമീറ്റർ ദൂരം വേണമെങ്കിലും അവർ പറന്ന് വരും. ക്രിസ്റ്റി എന്താ ഇത്? കുറേ നേരം വിളിക്കാൻ തുടങ്ങിയിട്ട്. ആ മൊബൈൽ ഉയർന്നൊരു സ്ഥലത്ത് വെച്ചിട്ട് മര്യാദയ്ക്കിരിക്കേ. കണ്ടോ ബാക്കിയുള്ള മക്കളൊക്കെ എത്ര മിടുക്കരായിട്ടായിരിക്കുന്നതെന്ന്. ഓക്കെ ഗുഡ്. അപ്പോൾ ദേ മൂവ് ഇൻ സെർച്ച് ഓഫ് ഫുഡ്. ഓൺ ദ അതർ ഹാൻഡ് മോസ്റ്റ് പ്ലാന്റ്സ് ആർ ഫിക്സഡ് ടു ദ ഗ്രൗണ്ട്. ദേ ഡു നോട്ട് ഹാവ് ടു സെർച്ച് ഫോർ ഫുഡ്. ദേ മേക്ക് ദെയർ ഓൺ ഫുഡ്. ഇവിടെ പറയുന്ന കാര്യം എന്താണെന്ന് പറയുന്നത്, നമ്മൾ പറഞ്ഞു അതിൻ്റെ പ്ലാന്റിൻ്റെ റൂട്ടൊക്കെ സഞ്ചരിക്കും, മൂവ്മെൻ്റ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു. എന്നാലും പക്ഷികളെയും മൃഗങ്ങളെയും ഒക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ പ്ലാന്റ്സിൻ്റെ മൂവ്മെൻറ്റ് തീരെ കുറവാണ്. നമ്മൾ നട്ടെടുത്ത് തന്നെ ചെടി ഉണ്ടാവും അല്ലേ? അതിന് വളവില്ലെങ്കിലും വെള്ളമില്ലെങ്കിലും പക്ഷേ ദൂരെ മാറിപ്പോയി നിന്നിട്ട് കിളുക്കുവോ? വളർന്നു വരുമോ? ഷിഫാനെ ടീച്ചർക്ക് കാണത്തില്ല. ഓക്കെ. അപ്പോൾ ഇല്ല. പക്ഷെ പക്ഷികളും മൃഗങ്ങളൊക്കെ വളരെ ദൂരം സഞ്ചരിക്കും. ഈ നമ്മുടെ ചെടികൾ അധികം ദൂരം സഞ്ചരിക്കുന്നില്ല എന്ന് മെയിൻ കാരണം ചെടികൾ അവരുടെ ഭക്ഷണം തന്നെ ഉണ്ടാക്കും. അതുകൊണ്ടാണ് ചെടികളെ അവരുടെ ഭക്ഷണം തന്നെ ഉണ്ടാക്കും. അപ്പോൾ അവർക്ക് ഭക്ഷണം തേടി ദൂര സ്ഥലത്തേക്ക് പോകേണ്ട ആവശ്യം വരുന്നില്ല. നമ്മൾ മൃഗങ്ങളാണെങ്കിൽ ഈ ചെടീനെയാണ്, ഈ പ്ലാന്റ്സിനെയാണ് കൂടുതലായിട്ട് ഭക്ഷണത്തിന് വേണ്ടി ആശ്രയിക്കുന്നല്ലേ. നെക്സ്റ്റ്, ആനിമൽസ് ഈറ്റ് പ്ലാന്റ് ഓർ അതർ ആനിമൽസ്. ഇനിയാണ് അടുത്തത് നോക്കുക. നമ്മുടെ മൃഗങ്ങൾ ഭക്ഷണത്തിന് വേണ്ടിയാണ് ഒരു സ്ഥലത്തു നിന്നും വേറെ സ്ഥലത്തേക്ക് വരെ പോകുന്നതെന്ന് നമ്മൾ പഠിച്ചു. ഈ ആനിമൽസിന് എവിടുന്നാണ് ഭക്ഷണം കിട്ടുന്നത്? ഒന്നുകിൽ അവർ വേറെ ചെടികളെ കഴിക്കണം അല്ലേ? ഒന്നുകിൽ അവർ വേറെ ചെടികളെ ഭക്ഷിക്കണം. പശുവൊക്കെ പുല്ലൊക്കെ തിന്നുന്ന കാണുന്നില്ലേ? ജുവലെ അടങ്ങിയിരിക്കണം കേട്ടോ. എന്ത് പറ്റിയേ മോക്ക്? ഡൊമിനിക്ക് അനിയനോട് വർത്താനം പറയാണ്ട് അനിയനോട് ഓക്കെ മോൻ നേരെ ഇരിക്കും കേട്ടോ.
അനിയൻകുട്ടനോട് പിന്നെ ക്ലാസ് കൂടാന്ന് പറ, വലിയ ചേട്ടനായി കഴിയുമ്പം 3ാം ക്ലാസ്സിൽ കയറാന്ന് പറ കേട്ടോ. അല്ലെങ്കിൽ അടങ്ങിയിരിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. ഓക്കെ. അപ്പം ആനിമൽസ് ഈറ്റ് പ്ലാന്റ്സ് ഓർ അതർ ആനിമൽസ് അല്ലേ. നമ്മുടെ വീട്ടിലുള്ള പിന്നെ പൂച്ചയും പട്ടിയൊക്കെ എന്ത് ഭക്ഷണമാണ് കഴിക്കുന്നത്? നമ്മൾ കൊടുത്ത ചോറും കറിയൊക്കെ അവർ കഴിക്കും അല്ലേ. പക്ഷെ എന്നാലും അവർക്ക് ഇഷ്ടം എന്തിനോടാ? നമ്മുടെ ചോറിനോടാണ് അവർക്ക് ഇഷ്ടം. എന്തിനോടാ നമ്മുടെ പട്ടിക്കുട്ടന്മാർക്കൊക്കെ ഇഷ്ടം കൂടുതൽ? ആൻസണെ, ഒരു ഫാനാണല്ലോ ടീച്ചർക്ക് കാണുന്നത്, തല തിരിഞ്ഞൊക്കെ പോകുന്നുണ്ടല്ലോ. നേരെയായി. എറിക്കേ, അടങ്ങിയിരിക്കണേ. ഓക്കെ. ആനിമൽസ് കനോട്ട് മേക്ക് ദെയർ ഓൺ ഫുഡ്സ്. Animals love cows and buffaloes eat grass and elephants eat sugarcane. നമ്മുടെ പശുവും കാളയും ഒക്കെ എന്ത് ചെയ്യും? പുല്ല് തിന്നും അല്ലേ. പുല്ല് തിന്നും. ഫാത്തിമ മെഹറിൻ മുടിയൊക്കെ ഒന്ന് അടക്കി വെക്കേ, കൈയൊക്കെ അടക്കി വെച്ചേ, മുടിയൊക്കെ റബ്ബർ ബാൻഡൊക്കെ ഇട്ട് അല്ലെ ക്ലിപ്പൊക്കെ ഇട്ട് കെട്ടി വെച്ചിട്ട് ക്ലാസ്സിൽ കയറണം കേട്ടോ. ഇത് റെക്കോർഡിങ് ആവുന്നല്ലേ. മോൾ മുടിയിൽ കളിക്കാതെ മുടിയോടെ അടക്കി വെച്ചേ. ഓക്കെ. അപ്പോൾ ആനിമൽസ്, എന്തുകൊണ്ടാണ് ആനിമൽസിന് മറ്റുള്ള മൃഗങ്ങളെ ആശ്രയിക്കേണ്ടി വരുന്നത്, അല്ലെ ചെടീനെ ആശ്രയിക്ക് വരുന്നത്? എന്തുകൊണ്ടാ? അവര് സ്വന്തമായി ഭക്ഷണം ഉണ്ടാക്കാനില്ലാത്തത് കൊണ്ട്. സ്വന്തമായി ഭക്ഷണം ഉണ്ടാക്കുകയല്ല അവർ ചെയ്യുന്നത്. അവർ മറിച്ച് പ്ലാന്റ്സിനും ആനിമൽസിനെയും ഒക്കെ ഭക്ഷിക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ കൗവും ബഫലോ ഒക്കെ ഗ്രാസ് കഴിക്കും. എലിഫന്റ് എന്താ ചെയ്യുന്നത്? തിന്നുന്ന ഇവിടെ പറഞ്ഞേക്കുന്നേ ഷുഗർ കെയിൻ. ഷുഗർ കെയിൻ എന്ന് എന്നാ മക്കളെ? ഷുഗർ കെയിൻ എന്ന് ഞാനതാ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള സാധനമാണ്. നമ്മുടെ കരിമ്പ് അല്ലേ, നമ്മളുടെ കരിമ്പ് തിന്നാൻ മക്കൾക്ക് ഇഷ്ടമാണോ? നല്ല ടേസ്റ്റ് ആണോ? നല്ല ടേസ്റ്റാന്ന് എറിക്ക് പറയുന്നുണ്ട്. ഗുഡ്. ജോവൽ മരിയയ്ക്കും ഇഷ്ടമാണ്. ആനിമൽസ് ലൈക്ക് ലയൺ, ടൈഗേഴ്സ് ആൻഡ് ക്യാറ്റ്സ് ഈറ്റ് അതർ ആനിമൽസ്. ആനിമൽസ് എന്ത് ചെയ്യുന്നവരെ ഉണ്ടോ? ആനിമൽസ് ലൈക്ക് ലയൺ, ടൈഗേഴ്സ് ആൻഡ് ക്യാറ്റ് ഈറ്റ് അതർ ആനിമൽസ്. മറ്റുള്ള മൃഗങ്ങളെയാണ് ഭക്ഷിക്കുന്നത്. ഹൗവർ ഗ്രീൻ പ്ലാന്റ്സ് മേക്ക് ദെയർ ഓൺ ഫുഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് വാട്ടർ, എയർ ആൻഡ് സൺലൈറ്റ്. എന്നിരുന്നാലും നമ്മുടെ ചെടികളോടാണ് മിടുക്കന്മാര്. അവര് അല്ലേ സീനാനെ, നമ്മൾ ചെടികളല്ലേ മിടുക്കന്മാര്. അവര് തന്നെ പിന്നെ സൺലൈറ്റും വാട്ടറും എയറും എല്ലാം കൂട്ടി അല്ലേ റാസി സ്വയം ഭക്ഷണം ഉണ്ടാക്കും. മിടുക്കരാണ് അവര് തന്നെ ഭക്ഷണം ഉണ്ടാക്കുന്നു. Only non-green plants like molds and mushrooms get their food from dead and rotting material. ഇവിടെ എന്താ പറയുന്നത്? നമ്മുടെ ചെടികളുടെ ഇടയ്ക്ക് ഉണ്ട് നോൺ ഗ്രീൻ പ്ലാന്റ്സ് ഉണ്ട്. അതായത് പച്ച നിറമില്ലാത്ത ചെടികളുമുണ്ട്. അതാരാന്നറിയാമോ? പച്ച നിറമില്ലാത്ത അതിൽ ചിലരെ പിടിച്ച് നമ്മൾ പറിച്ച് കറി വെച്ച് കൂട്ടാറുണ്ട് അല്ലേ ടെസാമരിയ? ഇഷ്ടമാണോ മഷ്റൂം കറി? ഇഷ്ടമാണോ? അത് നോൺ ഗ്രീൻ പ്ലാന്റാണ്. മഷ്റൂമും പിന്നെ മോൾസും ഒക്കെ. ഓക്കെ. അപ്പോൾ ഈ മഷ്റൂമിനൊക്കെ എവിടെ നിന്നാണ് വളരാനുള്ള ഫുഡ് കിട്ടുന്നത്? അനീറ്റ ഫിലിപ്പെ, ചാരി കിടന്നാൽ ചിലപ്പോൾ വൈകുന്നേര സമയം ഉറങ്ങിപ്പോയെന്നിരിക്കും. ഒന്ന് നേരെ ഇരുന്നേ അനീറ്റ ഫിലിപ്പ്. നേരെ ഇരുന്നേ. മക്കൾ മടുത്തോ? ഇന്ന് സ്റ്റാൻഡപ്പ് ചെയ്യണോ? ഇല്ല. ഇസ്മയിൽ മടുത്തിട്ടേ ഇല്ല. വേണ്ട. അനീറ്റ ഫിലിപ്പിനും വേണ്ട. ഹന്ന വീഡിയോ ഓൺ ചെയ്യുമോളെ. ഓക്കെ. Only non-green plants like molds and mushrooms get their food from dead and rotting. ഇങ്ങനെ നമ്മുടെ ഇലയൊക്കെ കാണുന്നില്ലേ? ഒരു മരം വീണാല് കുറെ കാലം കഴിയുമ്പോൾ മഴയും വെയിലും എല്ലാം സൂര്യപ്രകാശവും എല്ലാം കൊണ്ടിട്ട് ആ മരത്തടി ഇങ്ങനെ പൊടിഞ്ഞു വരാനാവും തുടങ്ങും അല്ലേ? കണ്ടിട്ടുണ്ടോ അങ്ങനത്തെ മരത്തടി കിടക്കുന്നത്? ആ മരത്തടിയില് കുറെ മഴയൊക്കെ പെയ്ത് കഴിയുമ്പം ചെറിയ കുമിളുകൾ കിളുത്ത് വരാൻ തുടങ്ങും. നമ്മൾ വീട്ടിലൊക്കെ കൂൺ കൃഷി നടത്തുന്നുണ്ടോ? എങ്ങനെയാ കൂൺ കൃഷി നടത്തുന്നത് അറിയാമോ? സയൻസ് മിസ് പറഞ്ഞു കൂൺ കൃഷി നടത്തുന്നുണ്ട്. അതുകൊണ്ട് എൻ്റെ വീട്ടിലും കൂൺ കൃഷി നടത്തുന്നു പറയും നിങ്ങൾ എല്ലാവരും ഇനിയല്ലേ? നമ്മുടെ വൈക്കോലില്ലേ, പശുവിന് കൊടുക്കുന്ന വൈക്കോൽ, ആ വൈക്കോലിന് എന്തൊക്കെയോ പ്രോസസ്സിംഗ് ഒക്കെ നടത്തിയിട്ടാണ്. ടീച്ചർ ചെയ്ത് നോക്കിയിട്ടില്ല കേട്ടോ, അതുകൊണ്ട് കൃത്യമായിട്ട് ടീച്ചർക്ക് അറിയത്തില്ല. എന്നാലും കണ്ടിട്ടുണ്ട് ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന്.
വൈക്കോലിന് എന്തോ പ്രോസസ്സിംഗ് ഒക്കെ നടത്തി അതിലാണ് ഈ കൂണിൻ്റെ വിത്ത് പാകും. ആ വിത്ത് അതിൽ കിളുത്ത് വരും. അപ്പം ഈ പിന്നെ മഷ്റൂമിന് എവിടുന്ന പിന്നെ അതിനുള്ള ഭക്ഷണം കിട്ടിയത് എവിടെ നിന്നാ? ഭക്ഷണം കിട്ടിയത് എവിടെ നിന്നാ? ആ കച്ചിയിൽ നിന്നാണ്. കച്ചിൻ്റെ വൈക്കോലിൽ നിന്നുമാണ് അല്ലേ? വൈക്കോൽ എന്ന് പറഞ്ഞാൽ നെൽച്ചെടി ഉണങ്ങിയതല്ലേ, ഡെഡായ നെൽച്ചെടിയല്ലേ? നെല്ല് കൊയ്ത ശേഷം അതിൻ്റെ ചെടി മുറിച്ചെടുക്കും പശുവിന് കൊടുക്കാൻ വേണ്ടി. ഒരു ഉപയോഗമല്ല ഉള്ളത്, പല ഉപയോഗമുണ്ട്. അങ്ങനെ നമ്മൾ അതെടുത്തിട്ട് ഉപയോഗിക്കുന്നത്. ഇനി ആനിമൽസ് ബ്രീത്ത് ത്രൂ ലങ്സ്, ഗിൽസ് ഓർ എയർ ഹോൾസ്. നമ്മൾ നേരത്തെ പഠിച്ചില്ലായിരുന്നോ? ആനിമൽസിന് എന്ത് ചെയ്യുന്നു? ആനിമൽസ് ബ്രീത്ത് ത്രൂ ലങ്സ്, ഗിൽസ് ആൻഡ് എയർ ഹോൾസ്. ആനിമൽസിന് ശ്വസിക്കുന്നുണ്ട്. നമ്മളെല്ലാം ശ്വസിക്കുന്നില്ലേ? ഞാൻ പറഞ്ഞില്ലേ, കാരണം മൂക്കൊക്കെ പൊത്തി പിടിച്ചില്ലേ നമ്മൾ, ഇല്ലേ? ഇല്ലേ ജുവൽമരിയ? ഇല്ലേ? അതെന്നെ. ഇപ്പം മുഹമ്മദ് റാസി മൂക്ക് പൊത്തിപ്പിടിക്കണ്ട കേട്ടോ. മൂക്ക് മാത്രം പൊത്തിപ്പിടിച്ചാൽ നമുക്ക് ശ്വാസം മുട്ടൂല. കാരണം നമ്മൾ വായിക്കൂടെ ശ്വാസം എടുക്കും, ഇല്ലേ? വായിക്കൂടെ ശ്വാസം എടുക്കും. അപ്പം നമുക്ക് ശ്വാസം മുട്ടത്തില്ല. മൂക്കും വായും കൂടെ പൊത്തിപ്പിടിച്ചാലേ നമുക്ക് ശ്വാസം മുട്ടൽ വരത്തുള്ളൂ. ഓക്കെ. അപ്പോൾ ആനിമൽസ് ബ്രീത്ത് ത്രൂ ലങ്സ്, ഗിൽസ് ആൻഡ് എയർ ഹോൾസ്. ആനിമൽസ് ലൈക്ക് ഹോഴ്സസ്, ടൈഗേഴ്സ്, monkeys ആൻഡ് ഗൊറില്ലാസ് ബ്രീത്ത് ത്രൂ ദർ ലങ്സ്. ആരൊക്കെയാണ്? ഹോഴ്സ്, ടൈഗേഴ്സ്, മങ്കീസ് ആൻഡ് ഗൊറില്ല ഒക്കെ ലങ്സ് ആണ് ഉപയോഗിക്കുന്നത് ബ്രീത്ത് ചെയ്യാൻ വേണ്ടി. ഫിഷ് ഹാവ് ഗിൽസ് വിച്ച് ഹെൽപ്പ് ദം ടു ബ്രീത്ത് ഇൻ വാട്ടർ. ഫിഷിനെ സഹായിക്കുന്നത് ഗിൽസ് ആണ്. അത് വെള്ളത്തിൽ അവരെ ശ്വാസമെടുക്കാൻ സഹായിക്കും. ഇൻസെക്ട്സ് ലൈക്ക് ആൻസ്, കോക്രോച്ചസ്, flies and butterflies have air holes on their bodies which help them to breathe. Plant breathe through tiny pores on their leaves. അതിൻ്റെ സ്റ്റൊമാറ്റ എന്നാണ് പറയുന്നത്. പ്ലാന്റ്സും ശ്വസിക്കുന്നുണ്ട്. പ്ലാന്റ്സ് ശ്വസിക്കുന്നത് സ്റ്റൊമാറ്റ എന്നതിലൂടെയാണ്. ഓക്കെ. നമ്മൾ മനുഷ്യന്മാരും കുരങ്ങന്മാരും പിന്നെ ഹോഴ്സസും ടൈഗേഴ്സും മങ്കീസും ഗൊറില്ലാസും ഒക്കെ ലങ്സിലൂടെ, ഓക്കെ, ലങ്സിലൂടെയാണ് ശ്വസിക്കുന്നത്. പിന്നെ അതുപോലെ പിന്നെ ആൻസ്, കോക്രോച്ചസ്, ഫ്ലൈസ് ആൻഡ് ബട്ടർ ഹാവ് എയർ ഹോൾസ് ഉണ്ട്. ചെറിയ ജീവികൾക്ക് എയർ ഹോൾസസ് ഉണ്ട്. ഇന്ന് ഇത്രയും മാത്രം നമുക്ക് പഠിക്കാം. കാണുന്നുണ്ടോ? നിങ്ങൾക്ക് ഉണ്ടോ? സ്ക്രീനിൽ കാണുന്നുണ്ടോ?
ഓക്കെ, കണ്ടോ? ഇഷ്ടപ്പെട്ടോ എല്ലാവർക്കും? ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു അല്ലേ? ഇനി നമ്മൾ ഓരോരുത്തരായി വായിക്കാനുള്ള സമയം തരാണ്. ഓക്കെ, ഫസ്റ്റ് ആരാണ് വായിക്കുന്നത്? അമന രാജേഷ് റെഡി ആയിട്ടുണ്ട്. ഒരു സെക്കൻഡ്, അൺമ്യൂട്ട് ചെയ്തേ. Animals and plants. Cats, dogs, and tigers are living things. When you call out to a dog, it comes running to you. Mangoes, apples, and bananas, when they are growing on plants, are also living things. Yet, however much you may call a ripe mango high up on the tree, it will not come down. Through both animals and plants are living things. They are different from each other in many ways. Yes, good. Animals move about from... നീ അടുത്ത ആൾക്ക് കൊടുക്കാം. നമ്മൾ നന്നായി വായിച്ചിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ വായിക്കാൻ പരിശ്രമിക്കണേ എല്ലാവരും. എറിക്ക് റെഡി ആയിട്ടുണ്ട്. എറിക്ക് അഗസ്റ്റിൻ ഒന്ന് വായിക്കാൻ റെഡി ആയിട്ടുണ്ടെന്ന് തോന്നുന്നല്ലോ. ഞാൻ എല്ലാവർക്കും അവസരം തരുമേ. എല്ലാവർക്കും വായിക്കുന്ന അവസരം. Animals move about for plants to plants. Why do listen, place to place. From place to place. Why do birds fly from one place to another? Why do lions roam about
in a jungle. They move in search of food. Or on the other They hand, other hand, on the plants movement plants most are plants fixed to the ground. ground. Ah. They do not have to search of food. They may. They make their own food. Okay, good. മക്കളെ ഇനി ഓക്കെ ഇനി ആരാ വായിക്കുന്നേ?